അച്ഛനെ സ്നോ മാറ്റിയ എക്സ്പീരിയൻസ് എന്തുണ്ട്? വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളെല്ലാവരും വല്ലപ്പോഴുമെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണല്ലേ? ചെയ്യേണ്ട ഒരു മികച്ച ഒരു അനുഭവം തന്നെയാണ്. നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും. വേറൊന്നും എനിക്ക് പറയാനില്ല. ഞാനിത് ക്രിസ്റ്റോ ചേട്ടന് കൈമാറുകയാണ്. ഓക്കെ, ഗോ ഓൺ. ക്രിസ്റ്റോ, മഞ്ഞ് മാറ്റിയ എക്സ്പീരിയൻസിനെ പറ്റി എന്തെങ്കിലും പറയാൻ? ഒന്നും പറയാനില്ല. മതിയാവില്ല. യോ, നമ്മൾ ചായ കുടിക്കാൻ പോവാണ് ക്രിസ്റ്റോയുടെ വണ്ടിയിൽ. മാരകമായ മഞ്ഞിൽ വണ്ടി അഴഞ്ഞഴഞ്ഞ് നീങ്ങുന്നു. ചാവലൊക്കെ എടുത്തിട്ടുണ്ട് ഇൻ കേസ്. നമുക്ക് വേണ്ട സാധനം കണ്ടുപിടിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ദൂരെ കാണാവോ? ഒന്നും കാണാത്ത. ഇപ്പൊ കാണാല്ലേ റോഡൊക്കെ? വണ്ടി പോയി ക്ലീൻ ചെയ്തതാ, അല്ലാണ്ട് ഇവന്മാരൊക്കെ ക്ലീൻ ചെയ്യണമെന്നില്ല. ഇവിടെ നിക്കട്ടെ, ഇവിടെ നിക്ക്. പുള്ളി ക്രോസ് ചെയ്ത് പോട്ടെ. പുള്ളി നട റോഡിലാ നിക്കണേ. ഓക്കെ ഓക്കെ, ആ കാർ കഴിഞ്ഞ് നമുക്ക് പോവാം. എടുത്തോ, ഇപ്പഴത്തെ തിരിയുള്ളൂ. ഒരു വണ്ടി നോക്കുക, ഒരു വണ്ടി കട്ടപ്പുറത്ത് കയറി. അങ്ങനെ ദാ കാണുന്നു സുഹൃത്തുക്കളെ, ദാ കാണൂ, നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക. കുത്തി കയറുന്നത്. നമുക്കിവിടെ വിന്റർ ടയർ പോലും ഇല്ല, എന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അതേ പോകുന്നു. അതാണ് ഇവിടുത്തെ മഞ്ഞ് പറ്റുന്ന ട്രക്ക്, മഞ്ഞ് കോരുന്ന ട്രക്ക്. പക്ഷെ ഇവിടെയല്ല, അത് അതെ ഏതോ പ്ലാസയിലെ കോഴിക്കൊണ്ട് പോണേ. അയ്യോ, കറങ്ങണ് വണ്ടി, കറങ്ങണ് വണ്ടി. ഒന്നും അനങ്ങണില്ല, ഫുള്ള് കറക്കാണ്. സ്റ്റോൺസിലേക്ക് പൊറോട്ടയും ചിക്കൻ കറിയും മേടിക്കാൻ പോകുന്നതായിരിക്കും. അതിലൊരു പ്രൊമോഷൻ. മലയാളിടാ, എത്ര മഞ്ഞായാലും പൊറോട്ടയും ബീഫ് ഇല്ലാതെ വണ്ടി ടയർ മുട്ട പപ്സ് കഴിക്കാൻ പോണോ? പൊറോട്ടയും പപ്സ് ഇല്ല എന്റെ എന്താഘോഷം മന്നെ. ഗ്യാസ് സ്റ്റേഷനിൽ കയറാൻ പറ്റുമോ? അവിടെ മഞ്ഞ് ക്ലീൻ ചെയ്യാൻ ഫീലടിക്കുന്ന അതിന്റെ അകത്തല്ലേ അടിച്ചു. ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങാണ് നമ്മൾ. മഞ്ഞ് ചായ ജോൺസൺ മാഷ്. എന്തൊരു സൗണ്ട് എന്റെ ടയറാണോ ഒരു പോയ? ഉറപ്പൊന്നുമില്ല. ബസ്സൊക്കെ പോട്ടെ. ഇതെന്നെ മഞ്ഞ് കോരിക്കൊണ്ട് പോണ വണ്ടിയോ? മിടുക്കനാ പണിയെടുക്കാൻ വേണ്ടി. തിരിച്ചോ? ഒരു ഓഫ് റോഡിങ് ആണ്. നേരെ പമ്പ തന്നെ ആയിക്കോളൂ, നേരെ ഓടിച്ചാ ഇപ്പൊ വീശണമൊന്നും ഇല്ല, തന്നെ ഡ്രിഫ്റ്റ് ആയിക്കോളൂ. അതാണ് ഇവിടുത്തെ കാനഡയുടെ മണ്ണിന്റെ ഡ്രൈവ് ത്രൂലൊന്നും ഒരു മനുഷ്യൻ പോലും ഇല്ലാട്ടാ. നേരെ കയറ്റിട്ട് ഇറക്കുക.
അതെ അതായിരിക്കും നല്ല. ഇനി റിവേഴ്സ് ഇതിപ്പോ എന്തിനാ ഇത് വളച്ച് അവിടെയൊക്കെ വളയൂ. അല്ല ഇനിയിപ്പോ റിവേഴ്സ് എടുക്കാനും പറ്റില്ല. ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോവാം. അവിടുന്ന് കറക്കി റിവേഴ്സ് ഉന്താൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ടയറ് ഇറങ്ങരുത്. ഞങ്ങൾ രണ്ടുപേരുണ്ടല്ലോ. അല്ലേലുണ്ട് ചാകണ്ടെന്ന്. ഈ ബാക്കിൽ ചില്ല് തട്ടാൻ പറ്റും. ഇത് മറ്റേ ബാക്കിലെ റേഷ്യയില്ല ഒന്നുമില്ല. പൊട്ടിക്കേണ്ടി വരും. പണ്ടാരം മതി 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 അടച്ചോ. അടക്കി തുറക്കാൻ പറഞ്ഞു. രാവേഷ് കൗതുകത്തിന്റെ പുറത്ത് എന്നിട്ടാണ് ഡാർക്ക് റോസ്റ്റ് ഡബിൾ ഡബിൾ മീഡിയം. മീഡിയം ഡബിൾ ഡബിൾ and one medium double. That's it. ഇടത്തൊടിക്കട്ടെ വലത്തൊടിക്കട്ടെ നൈസായിട്ടിരിക്കുക തലമുടി. ഇടത്ത് ഇതിന് ആരോടെയും പറയണേ. ഞാൻ എന്നോട് തന്നെ. കൈമാറുക. ടാസ്ക് ഇഷ്ടം പോലെ വന്നാണ് ഡാർക്ക് സീനാട്ടോ. അയ്യോ 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 അയ്യോ. എന്താ പറഞ്ഞ? ആക്സിലേറ്റർ ബ്രേക്ക് പിടിക്കുന്നേ ഇല്ല അതിന്. ഇതിൽ കൂടെ പോന്നു. അതിൽ കൂടെ പോയ സീനാ. രസി നമ്മൾ സെറ്റായിരുന്നു. സീനായിണ്ടാവില്ല. ചില്ല് പൊക്കു താത്തല്ല പൊക്ക്. നേരെ പോയ പോരെ. നേരെ പോകും.
കോഫിയൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. പ്രാവശ്യം കാണാം.